ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ദശാബ്ദങ്ങളായി കാത്തിരുന്ന വികസന പ്രവർത്തനങ്ങൾക്കാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെ തുടക്കമായി. ഇടക്കാല കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ അവതരിപ്പിക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച കേരള നിയമസഭയിൽ പൂർത്തിയായി. റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സംസ്ഥാനത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് 10,000 രൂപ പ്രതിമാസ വരുമാനം ഉറപ്പുവരുത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എം ബി രാജേഷ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തൃപ്പൂണിത്തുറ MLA കെ ബാബുവിന്റെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെ തുടക്കമായി. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദമാക്കിയ രാഷ്ട്രപതി ദശാബ്ദങ്ങളായി കാത്തിരിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ രാജ്യം കഴിഞ്ഞ 10 വർഷം കൊണ്ട് പൂർത്തിയാക്കിയതായി പറഞ്ഞു. വനിതാ സംവരണ ബിൽ പാസാക്കാനായതിൽ പാർലമെന്റ് അംഗങ്ങളെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. ചന്ദ്രയാൻ 3, G20 ആതിഥേയത്വം, മുത്തലാഖ് നിരോധനം തുടങ്ങിയവ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളാണെന്നും ശ്രീമതി മുർമു ചൂണ്ടിക്കാട്ടി. അയോധ്യയിലെ രാമക്ഷേത്രം ജനങ്ങളുടെ നൂറ്റാണ്ടുകളായുള്ള സ്വപ്നത്തിന്റെ സാഫല്യമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഇടക്കാല കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. ധനമന്ത്രിയായ ശേഷമുള്ള നിർമ്മല സീതാരാമന്റെ 6ാം ബജറ്റിനാണ് നാളെ പാർലമെന്റ് വേദിയാവുക. നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച പൂർത്തിയായി. 3 ദിവസം നീണ്ട ചർച്ചയാണ് ഇന്ന് സമാപിച്ചത്. സംസ്ഥാന താൽപര്യങ്ങളെ കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും കൈയൊഴിയുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടിയായി പറഞ്ഞു. കേന്ദ്ര സമീപനം സാമ്പത്തിക ഉപരോധത്തിന്റെ രൂപത്തിൽ കേരളത്തെ പ്രതിസന്ധിയിലാക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗവർണറുടെ നടപടിക്കെതിരെ പ്രതിപക്ഷം ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് കാർഷിക മേഖല ഉൾപ്പെടെ പല മേഖലകളും തകർച്ചയിലാണെന്നും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ കേരളം വിടുന്നത് സർക്കാർ ഗൌരവമായി കാണണമെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. റബ്ബറിന്റെ വിലത്തകർച്ചയും റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധിയും ചൂണ്ടിക്കാട്ടുന്ന അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്നും മോൻസ് ജോസഫാണ് പ്രമേയത്തിന് അനുമതി തേടിയത്. റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധിക്ക് പ്രധാന കാരണം റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കാത്തതാണ് എന്ന് മോൻസ് ജോസഫ് പറഞ്ഞു. റബ്ബർ കർഷകരുടെ കാര്യത്തിൽ ദയനീയ സ്ഥിതിയാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ അന്താരാഷ്ട്ര കമ്പനികളുമായി കേന്ദ്ര സർക്കാർ കരാറിൽ ഏർപ്പെട്ടതാണ് റബ്ബർ കർഷകരുടെ ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് മന്ത്രി P പ്രസാദ് മറുപടിയായി പറഞ്ഞു. സംസ്ഥാനത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കുറഞ്ഞത് 10,000 രൂപ പ്രതിമാസ വരുമാനം ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി എം ബി രാജേഷ്. ഹരിതകർമ്മ സേനയിലെ അംഗങ്ങൾക്ക് സുരക്ഷാ ഉപകരണം ഉൾപ്പെടെയുള്ള സംവിധാനവും സൌകര്യവും ഒരുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി പറഞ്ഞു. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കുടുംബശ്രീ വഴി ഇൻസ്പയർ എന്ന പേരിൽ ആരോഗ്യ ഇൻഷുറൻസ് ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രിയും തൃപ്പൂണിത്തുറ MLAയുമായ കെ ബാബുവിന്റെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. 25.82 ലക്ഷം രൂപയുടെ സ്വത്താണ് കണ്ടുകെട്ടിയത്. 2007 മുതൽ 2016 വരെയുള്ള കാലയളവിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നാണ് ED കേസ്. മുൻ MLAയും ജനപക്ഷം നേതാവുമായ PC ജോർജ് BJP അംഗത്വം സ്വീകരിച്ചു. ന്യൂഡൽഹിയിലെ BJP ആസ്ഥാനത്ത് മുതിർന്ന നേതാക്കളായ പ്രകാശ് ജാവ്ദേക്കർ, V മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അംഗത്വം സ്വീകരിച്ചത്. PC ജോർജിന്റെ കേരള ജനപക്ഷം സെക്കുലർ പാർട്ടി BJPയിൽ ലയിച്ചു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ്, ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ മലയാളം എന്നീ വിഭാഗങ്ങളിലേക്ക് പ്രസാർ ഭാരതി അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in/vacancies എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈൻ അപേക്ഷകൾ application.prasarbharathi.org എന്ന വെബ്സൈറ്റിൽ 2024 ഫെബ്രുവരി 8 നൽകേണ്ടതാണ്. അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിൽ പ്രതിക്ക് വധശിക്ഷ. സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയ കേസിലാണ് എരപ്പ് സ്വദേശി ബാബുവിന് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. വനം വകുപ്പിന്റെ സ്നേഹഹസ്തം പദ്ധതിയുടെ ഭാഗമായി ആദിവാസി ഊരുകളിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി AK ശശീന്ദ്രൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ആദ്യഘട്ടത്തിൽ വിവിധ ജില്ലകളിലെ 30 ആദിവാസി ഊരുകളിലാണ് മെഡിക്കൽ ക്യാമ്പുകൾ നടക്കുന്നത്.
BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇന്ന് കോഴിക്കോട് വടകര മണ്ഡലത്തിൽ നടന്നു. പര്യടനത്തിന്റെ 4ാം ദിനമായ ഇന്ന് അദ്ദേഹം വടകര ജനറൽ ആശുപത്രിയിൽ 92 കോടി രൂപയുടെ കേന്ദ്ര ധനസഹായത്തോടെ നിർമ്മിക്കുന്ന കെട്ടിട സമുച്ചയം സന്ദർശിച്ചു. കോൺഗ്രസ് ബൂത്ത് ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള മഹാജനസഭ ഫെബ്രുവരി 4-ന് തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അവസാനഘട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് യോഗം വേദിയാകും. വയനാട് തിരുനെല്ലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടു. തോൽപ്പെട്ടി പന്നിക്കൽ കോളനിയിലെ ലക്ഷ്മണനാണ് മരിച്ചത്. കാപ്പിത്തോട്ടത്തിലെ കാവൽക്കാരനായിരുന്ന ഇദ്ദേഹത്തെ 2 ദിവസമായി കാണാനില്ലായിരുന്നു. കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരിൽ നിന്ന് വൻതുക യാത്രാക്കൂലിയായി ഈടാക്കാനുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന കമ്പനിയുടെ തീരുമാനം ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നോർക്ക റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ വൈഡ് ബോഡി എയർക്രാഫ്റ്റിന്റെ അഭാവം പറഞ്ഞുകൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് വലിയ തുക ഈടാക്കുന്നതിനെതിരെ കേന്ദ്ര സിവിൽ വ്യോമയാന വകുപ്പിനെയും ന്യൂനപക്ഷ മന്ത്രാലയത്തെയും സമീപിക്കുമെന്ന് ശ്രീ പി ശ്രീരാമകൃഷ്ണൻ വ്യക്തമാക്കി. പരിശീലനം ലഭിച്ച തെങ്ങ് കയറ്റക്കാരുടെ സേവനം ലഭ്യമാക്കുന്നതിനായി കോൾ സെന്റർ സംവിധാനം ഒരുക്കി നാളികേര വികസന ബോർഡ്. ഹലോ നാരിയൽ കോൾ സെന്ററിന്റെ 9447759999 എന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സ്ആപ്പ് സന്ദേശം അയയ്ക്കുകയോ ചെയ്ത് കർഷകർക്കും സംരംഭകർക്കും സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ദശാബ്ദങ്ങളായി കാത്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെ തുടക്കമായി. ഇടക്കാല കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ അവതരിപ്പിക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച കേരള നിയമസഭയിൽ പൂർത്തിയായി. റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സംസ്ഥാനത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് 10,000 രൂപ പ്രതിമാസ വരുമാനം ഉറപ്പുവരുത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എം ബി രാജേഷ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തൃപ്പൂണിത്തുറ MLA കെ ബാബുവിന്റെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.